നമ്മൾ ആ പ്രൊമോയിൽ കണ്ട ആ ഒരു വഴക്ക് ഇപ്പം എപ്പിസോഡും ലൈവിലും എല്ലാം നമ്മൾ കണ്ടു. അതായത് ആര്യൻ ചിരിച്ചു അതിൻ്റെ പേരിൽ അഭിലാഷും ഒനിയിലും ഒക്കെ ഉണ്ടാക്കുന്ന വഴക്ക്. ശരി, ആര്യൻ ചിരിച്ചു അതിൻ്റെ പേരിൽ സ്ട്രോങ് ആയിട്ട് ആര്യനെ ചോദ്യം ചെയ്യാം. ഇവന്മാർക്കൊന്ന് സത്യം പറഞ്ഞാൽ തൻ്റെ ഇല്ലാത്തവന്മാർ. ഇവന്മാരൊക്കെ എന്തിനാണോ എന്താ ബിഗ് ബോസ് കൊണ്ടുപോയെന്ന് എനിക്കറിയത്തില്ല. ആ പീക്കിന് പെങ്കൊച്ച് 19 വയസ്സേ ഉള്ളൂ. അവൾക്ക് 19 വയസ്സുള്ള ആ പെങ്കൊച്ച് ബിഗ് ബോസ് എത്തിയെങ്കിൽ അവൾ മിടുക്കിയായിട്ടാ. 10, 40, 38, 60 വയസ്സായന്മാരായി ഇപ്പോഴാണ് പോയത് ബിഗ് ബോസിലോട്ട്. അവർക്ക് ഇപ്പോഴാണ് ക്വാളിറ്റി കിട്ടിയത്. 19ാമത്തെ വയസ്സിൽ ആ കുട്ടി എന്തൊക്കെ അച്ചീവ് ചെയ്തിട്ടുണ്ടോ അതിൻ്റെ 100% പോലും ഇവന്മാർ ചെയ്തിട്ടില്ല. അതുകൊണ്ടാണ് ബിഗ് ബോസിൽ ഇപ്പം ആ ഒരു ഇത് കിട്ടിയത്. ആ കുട്ടിക്ക് 19ാമത്തെ വയസ്സ് കിട്ടി. അപ്പോൾ അവർ തമ്മിലുള്ള വ്യത്യാസം അതാണ്. മാത്രമല്ല കൾച്ചർ, പറയുന്നത് ഭാഷ, ഈ പറഞ്ഞ അഭിയാണെങ്കിലും ഒനിയിലാണെങ്കിലും എന്ത് തറ ഭാഷകളാണെന്ന് പറയാൻ പറയുന്നത്. എനിക്കറിയത്തില്ല, ചിലപ്പം നമുക്ക് പറഞ്ഞ നമ്മൾ പറയുന്നൊരു മോശക്കാരായിപ്പോൾ. അതായത് ഈ പഠിച്ചതേ പാടും എന്ന് പറയത്തില്ലേ, അതാണ് ഇവന്മാർ രണ്ടുപേരും ചെയ്തത്. എന്ത് വൃത്തികെട്ട സംസ്കാരത്തിലാണെന്ന് ഇവന്മാർ സംസാരിക്കുന്നത്. ഈ സത്യം പറഞ്ഞാൽ ഇവന്മാരെ വീട്ടുകാരൊക്കെ സമ്മതിക്കണം. ഇത് എങ്ങനെ കൊണ്ട് നടക്കുന്നുണ്ടോ. കാര്യം അമ്മാതിരി വായിലെ വാക്കുകൾ ഇവർ വായിന്ന് വീഴുന്നത്. ദേഷ്യം വരുമ്പോൾ സാധാരണ കോമൺ ആയിട്ടുള്ള തെറികളൊക്കെ പറയും. പക്ഷേ ഇത് ഇത്ര വൃത്തികേടായിട്ടൊക്കെ സംസാരിക്കുന്നത് പറയുന്നത് മനസ്സിൻ്റെ വൃത്തികേടാണ് ഇവർ വിളിച്ച് പറഞ്ഞിരുന്നതെന്നാണ് എനിക്ക് തോന്നിയത്. മാത്രമല്ല ഈ പറഞ്ഞ രന ഫാത്തിമയോട് ഒന്നിലിന് തീരാത്ത നല്ല ദേഷ്യമുണ്ട് കേട്ടോ. കാര്യം അവരുടെ ആ മനുഷ്യൻ്റെ ഇത്രാമത്തെ വയസ്സിലാണ് അയാൾക്ക് ബിഗ് ബോസിൽ എത്താൻ കഴിഞ്ഞത്. രന ഫാത്തിമ ഇത്ര ചെറുപ്പത്തിൽ പഠിക്കുന്നുണ്ട്. അവൾക്കൊരു ബോയ് ഫ്രണ്ട് ഉണ്ട്. ആ കൊച്ചിന് ബോയ് ഫ്രണ്ടോ ആരെങ്കിലുമൊക്കെ ഉണ്ടായിക്കോട്ടെ, അത് ആ കുട്ട കഴിവ്. ഇത് കണ്ടിട്ട് ഇങ്ങർക്ക് എന്തിനാണോ കുരു പൊട്ടുന്നത്. കുറേ അമ്മാവന്മാരുണ്ട് അതിനകത്ത്. ഷാനവാസ്, ഈ പറഞ്ഞ ഒനിയില്, പിന്നെ ഈ പറഞ്ഞ അഫി, ഈ അമ്മാവന്മാർക്ക് എന്തിനാണ് കുരു പൊട്ടുന്നത് എനിക്കറിയത്തില്ല. ആ കുട്ടിക്ക് ഈ പ്രായത്തിൽ ബോയ് ഫ്രണ്ട് ഉണ്ടായെങ്കിൽ അത് ആ കുട്ട കഴിവ്. ആ കുട്ടിക്ക് പഠിച്ച് വേറെ വല്ല കഴിവുണ്ടെങ്കിൽ അത് ആ കുട്ട കഴിവ്. എന്ത് നേട്ടം ഉണ്ടായാലും അത് ആ കുട്ടിയുടെ കഴിവും ആ കുട്ടിയുടെ കോട്ടവുമാണ്. അത് ഇവർക്ക് അതിനകത്ത് നോക്കിയിട്ട് അയ്യോ അവർക്കത് കിട്ടിയോ എന്ന് നോക്കിയിട്ട് കാര്യമില്ല. ബോയ് ഫ്രണ്ടുമായിട്ട് രീതിയിൽ ഇല്ല എന്തൊക്കെയോ പറയുന്നു ഈ ഒനിയിൽ. ഈ സത്യം പറഞ്ഞാൽ ലാലേട്ടൻ വന്ന് ഇമാരെയൊക്കെ ചാള വർക്ക് നടക്ക് അടുക്കിയിട്ട് വറക്കണം. ഈ പറഞ്ഞ ഈ ഒനീനെയും ഈ ഷാനവാസിനെയും ഈ അഫിയൊക്കെ എന്താണ് പറയുന്നത്, എന്തൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് എന്തൊക്കെയോ പറയുന്ന പോലെ എനിക്ക് തോന്നുന്നു. പിന്നെ ഇവർക്കെന്ന് പറയുന്നത് ഇവർ സിഗരറ്റ് വലിക്കുമെന്ന് പറയുന്നത്. സിഗരറ്റ് വലിക്കുന്നവരെ പിന്നെ സിഗരറ്റ് വലിക്കുന്നല്ലാതെ പിന്നെ വേറെ തേങ്ങ വറയ്ക്കാൻ പോകുമെന്ന് പറയാൻ പറ്റുമോ? സിഗരറ്റ് വലിക്കുന്നവരെ സിഗരറ്റ് വലിക്കുമെന്ന് പറയും. അത് ഈ ഷോയിൽ ചെയ്യുമ്പോൾ ഈ ഷോയിൽ ആരെല്ലാം കാണുന്ന അവർക്കെല്ലാം മനസ്സിലാവും. അല്ലെങ്കിൽ ഇവിടെ വന്ന് സിഗരറ്റ് വലിക്കാൻ നിൽക്കരുത്. കള്ള് കുടിക്കുന്നവരെ കള്ള് കുടിയന്മാരെന്ന് പറയും. അത് സ്വാഭാവികമാണ്. അപ്പോൾ അത് പറയുന്നത് എന്തിനാന്നൊക്കെ ഈ ലൈവിൽ പറയുന്നത് കേട്ടു. അവരവർ ചെയ്യുന്നതേ പറയാൻ പറ്റൂ. എന്തായാലും രന ഫാത്തിമയ്ക്ക് കുറച്ചൊക്കെ പക്വതക്കുറവുണ്ടെന്ന് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. കാരണം പല ആക്ഷൻസും കാര്യങ്ങളൊക്കെ ഇവിടെ എത്തി എന്നതുള്ള എനിക്ക് അഭിമാനമുണ്ട്. കാരണം നമുക്കൊക്കെ എത്താൻ പറ്റിയിട്ടില്ല. അങ്ങനെയുള്ള സ്ഥാനത്തേക്ക് രന ഫാത്തിമയ്ക്ക് എത്താൻ കഴിഞ്ഞെങ്കിൽ എനിക്കത് സന്തോഷമാണ്. കാര്യം ഒരു പെൺകുട്ടി 19ാമത്തെ വയസ്സിൽ ബിഗ് ബോസിൽ എത്തുക എന്ന് പറയുന്നത് ആ കുട്ടിയുടെ ലൈഫിലെ ഏറ്റവും വലിയൊരു ടേണിംഗ് പോയിൻ്റാണ്. അത് ആ കുട്ടിക്ക് എത്താൻ കഴിഞ്ഞു. മാത്രമല്ല ഈ അഭിഷേകിൻ്റെയും ഒനിലിൻ്റെ കൂടെ ഒറ്റയ്ക്ക് പിടിച്ച് നിൽക്കാൻ പറ്റുക കേട്ടോ. അയാൾ പറഞ്ഞ പോലത്തെ തെറിയൊന്നും പറഞ്ഞില്ലെങ്കിൽ നല്ല രീതിയിൽ സ്ട്രോങ് ആയിട്ട് പറയാൻ പറ്റും. അപ്പോൾ അതുകൊണ്ട് തന്നെ ആൾ മിടുക്കിയാണെന്ന് തെളിയിച്ചു. എന്തായാലും കുറേ നാളത്തേക്ക് പോകും കേട്ടോ. ആ കുട്ടി ഒരു 10-60 വരെ പോകുമെന്നാണ് എനിക്ക് തോന്നുന്നത്. കാര്യം നല്ല രീതിയിൽ വിൽ പവർ ഉണ്ട്. ആരോടും നല്ല രീതിയിൽ സംസാരിക്കാനുള്ള സ്ട്രോങ് ആയിട്ടുള്ള ഒരു കഴിവുണ്ട് ആ കുട്ടിക്ക്. അത് ആ കുട്ടി ഇനിയും തെളിയിക്കും. പിന്നീട് പറയുന്നുണ്ട് ജിസേൽ കള്ളം പറയുന്നു എന്ന്. ജിസേൽ കള്ളം പറഞ്ഞതായിട്ട് നിങ്ങൾക്ക് തോന്നിയെങ്കിൽ ജിസേലിനോട് ചോദിക്കണം. ആരാണോ ചിരിച്ചത് അയാളോട് ചോദിക്കണം. ഇത് ജിസേൽ കള്ളം പറഞ്ഞതാണെന്ന് മാറിയിരുന്ന് പറയുക. മുഖത്ത് നോക്കി സംസാരിക്കാൻ പറ്റത്തില്ല. അതല്ല, മുഖത്ത് നോക്കി സംസാരിക്കണമെങ്കിൽ 10 ആളുകളുടെ ബലം വേണം. അല്ലെങ്കിൽ ഒറ്റയ്ക്ക് സംസാരിക്കാനുള്ള ധൈര്യമൊന്നും ഇവന്മാർക്കുണ്ടായിട്ട് എനിക്ക് തോന്നുന്നില്ല. ഒരു 5-6 പേര് ഗ്യാങ്ങായിട്ട് നിന്നാൽ ജിസേലിനോട് സംസാരിക്കുന്നത് അത്രയ്ക്ക് ഉറപ്പില്ലാത്തവന്മാരാണ് ഇവന്മാരല്ല. സത്യമായിട്ടും ഒരു ധൈര്യം ഇല്ലാത്തവന്മാരാണ്. സ്വന്തമായിട്ട് ശക്തിക്ക് ഒരു ബലം, എനിക്ക് ഇത്ര സ്ട്രോങ് ഉള്ള ഒരാളാണ്, എനിക്ക് ആരുടെയും ധൈര്യം വേണ്ട, എനിക്ക് ഒറ്റയ്ക്ക് സംസാരിക്കാൻ കഴിയും എന്നൊരു ഇതിന് എനിക്ക് തോന്നിയില്ല. എന്തിന് ഈ പറഞ്ഞ ആരിനോട് പോലും സംസാരിക്കാനുള്ള ശക്തി ഇവന്മാർക്കില്ല. പോയി ആരിനോട് പറയുന്നു അളിയ നീ ചിരിച്ചില്ല വേറെ പലരോ ചിരിച്ചതെന്ന്. അവിടെ ചെന്ന് ആര്യനെ അളിയാന്ന് വിളിച്ച്. അതാണ് അവന്മാരെ ഗെയിം. എന്നിട്ട് മാറിപ്പോയിരുന്ന ആരും ചിരിച്ചെന്ന് പറയുന്നത്. ഇവന്മാരൊക്കെ എവിടെ നിന്നാണോ പൊട്ടി വിടണമെന്ന് എനിക്കറിയാൻ വയ്യ.
എന്തായാലും എനിക്ക് ആരും ചിരിച്ചതുപോലെ തന്നെയാണ് തോന്നിയത്. ആരും പറയുന്നു എനിക്ക് വേദന കൊണ്ട് ഞാനങ്ങനെ ചിരിച്ചതുപോലെ കാണിച്ചതാണ് എന്നാണ് പറയുന്നത്. പലരുടെയും രീതി പലതാകാം, എനിക്കറിയില്ല. അതെന്തായാലും ലാലട്ട വരുമ്പോൾ ഇവർ തമ്മിൽ, അതായത് ജിസയിലും ആര്യനും എന്താണ് സംസാരിച്ചത് എന്ന് കാണിക്കുമ്പോൾ നമുക്ക് കുറച്ചും കൂടെ ഒരു ക്ലിയർ ആവും. പക്ഷേ ഇവിടെ എന്തായാലും ഏറ്റവും കൂടുതൽ പണിഷ്മെൻറ്റ് കൊടുക്കേണ്ടത് ഈ ഈ അഭിലാഷനും അതുപോലെ തന്നെ ഒനീലിനുമാണ്. എന്ത് മോശമായ വാക്കുകളാണ് പറയുന്നത്. ഈ ഒരു കാര്യം കൊണ്ട് ഇവന്മാർ വേണമെങ്കിൽ പുറത്താകാം. അങ്ങനെ പല പ്രാവശ്യമായി ഇതുപോലത്തെ പന്ന വാക്കുകൾ ഈ ഒരു ബിഗ് ബോസ് ഷോയിൽ പറയുന്നു. ഇങ്ങനെയുള്ളവർക്ക് പറ്റുന്ന ഷോ അല്ല ബിഗ് ബോസ്. പ്രത്യേകിച്ച് ആ ഒനിയിൽ ആ രന ഫാത്തിമയുടെ ബോയ് ഫ്രണ്ടുമായിട്ട് ചേർത്ത് പറഞ്ഞ ആ ഒരു ലാംഗ്വേജ് ഒട്ടും തറ സ്വഭാവം. ഇങ്ങനെയൊക്കെ ഉള്ളവർക്ക് നല്ല രീതിയിൽ പണിഷ്മെൻറ്റ് എന്തായാലും കൊടുത്തേ പറ്റൂ. ഞാൻ പ്രതീക്ഷിക്കുന്നു ഈ വീക്ക് ഇവന്മാരെ എല്ലാം എടുത്തിട്ട് വറക്കുമെന്ന്. നമുക്ക് നോക്കാം നടക്കോ ഇല്ലയോ എന്ന്.